ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് വേണ്ടിയാ ദുർഗെ ഞാൻ ഇതൊക്കെ വാങ്ങിയത്. ഇതുപോലെ നിനക്കിഷ്ടപ്പെടുന്ന 100 സമ്മാനങ്ങൾ വാങ്ങിത്തരണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. You won the match. തെറ്റുകൾക്ക് ഒരേ ഒരു ശിക്ഷയുള്ളൂ. സോ വിജയങ്ങൾ ആഘോഷിക്കാൻ നിനക്കിനി ആയുസ് ബാക്കിയില്ല. ഇന്നേ വരെ സംഭവിക്കാത്ത പോലെ അനർത്ഥങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടാവാൻ കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ. അതിന് നീ എന്തിനാ ദുർഗയെ കുറ്റം പറയുന്നത്? അതിന് ഇവൾ എന്ത് തെറ്റാ ചെയ്തത്? നാത്തോൻ പറഞ്ഞാ ശരിയാ. ഇവിടെ ഇവളുടെ അമ്മ ഇരിക്കുന്ന സ്ഥലം നശിക്കും, ചുറ്റും നിൽക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും. എന്റെ ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയ. ഈ നാശത്തിനെ കൊണ്ട് ക്ഷേത്രത്തിൽ പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു. മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ടല്ലേ കൊണ്ടുപോകേണ്ടി വന്നത്. അതെ ശരിയാ, ഞാൻ തന്നെയാ നിർബന്ധിച്ചത്. ഇനി എവിടെ പോയാലും ദുർഗയെ കൊണ്ടുപോകണമെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ മോള് തീ കത്തിച്ചപ്പോ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയണോ? അവസാനം ദുർഗമോള് തീ കത്തിച്ചപ്പോഴല്ലേ ദൈവം പ്രസാദിച്ചത്? മുത്തശ്ശി പറഞ്ഞതാ ശരി. ദേവിയെ പ്രീതിപ്പെടുത്താൻ ദുർഗേച്ചിക്ക് സാധിച്ചിട്ടുണ്ടെന്നും അത് സാധിക്കാതെ പോയത് അക്ഷിത ചേച്ചിക്കാണെന്നും കണ്ടു തന്നെ എല്ലാവർക്കും അറിയാം. അശി വേണ്ട വേണ്ട അബി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആഹാ, അത് കൊള്ളാലോ. അണിയറയിൽ നിന്ന് എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് എന്റെ മോനെ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിപ്പിച്ചിട്ട് നീ നല്ല കുട്ടി ചമയുന്നോ? നിന്റെ നാടക അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്തിനാ വസുമതി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ദുർഗ എങ്ങനെ വേദനിപ്പിക്കുന്നത്? ഓ, മകളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേദനിച്ചല്ലേ? എന്റെ മോളെ കത്തിയുടെ മുന്നിൽ നിർത്തിയപ്പോ എന്താ നിങ്ങൾക്ക് നോവാതിരുന്നേ? എവിടെയായിരുന്നു നിങ്ങളുടെ നാവ്? ഇനി ഒരിക്കൽ കൂടി ഇവൾക്ക് വേണ്ടി നീ എന്തെങ്കിലും സംസാരിച്ചാ ഈ വസുമതി ആരാണെന്ന് നീ അറിയും. കേറിപ്പോടാ. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള പ്രായം അവനും ആയതാ. അതുകൊണ്ട് നിന്റെ ഭീഷണിയൊന്നും നടക്കില്ല വസുമതി. മോളെ നീ വാ വാ. ഇതിനൊക്കെ അവസരം ഉണ്ടാക്കുന്നതേ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ സങ്കടം.
അവളുടെ ഒരു തുണി. ആ നശിച്ചവളുടെ ഒരു ഓർമ്മ ഇനി ഈ വീട്ടിൽ വേണ്ട. കത്തിച്ചു കളയുന്ന നാത്തൂനെ എല്ലാം. അയ്യോ 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 വസുമതി, എന്ത് വിവരക്കേടാ നീ കാണിക്കുന്നേ? ഇതുകൊണ്ട് നിനക്ക് എന്ത് മനസ്സമാധാനം കിട്ടുന്നേ? എങ്ങനെ ഞാനിത് സഹിക്കും എന്റെ ഭഗവാനെ? ഈശ്വരാ, മനസാക്ഷിയുള്ള ഒരാളും ചെയ്യുന്ന പ്രവൃത്തിയല്ല നീ ഈ കാണിക്കുന്നത്. നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടാവും. നാളെ ഒരു സമയത്ത് നിനക്ക് കണക്ക് പറയേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വന്ന ഞാൻ അങ്ങ് സഹിച്ചു. വാ നാത്തൂനെ. അയ്യോ അയ്യോ. അതെ, ഇവിടെ നിന്നിങ്ങനെ മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ നാട്ടുകാരെ അറിയിക്കാതെ കേറി വരാൻ നോക്ക്. വാ. എനിക്കങ്ങോട്ട് വരാമോ? ആ ദുർഗയോ, വാ. എന്തുപറ്റി? കിരൺ കരയായിരുന്നു. ഏയ്, ഇത് ഉള്ളി അരിഞ്ഞേന്റെ. സത്യത്തിൽ സമ്മതിക്കണം, എന്തൊക്കെ കറികളാ പെട്ടെന്നുണ്ടാക്കുന്നേ. ആ, അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. എന്നിട്ട് എന്തെന്നാ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? അല്ല, അത് പിന്നെ ഞാൻ നോക്കട്ടെ. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയല്ലേ. എന്തിനാ കിരൺ ഈ വയ്യാത്ത പണിക്ക് പോകുന്നേ? സ്വയം കുക്ക് ചെയ്തേ കഴിക്കുന്നാണെങ്കിൽ വല്ല ഇന്റർനെറ്റിലെ വീഡിയോയും കണ്ട് ചെയ്താ പോരെ? യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാ കൈപ്പുണ്യം കിട്ടില്ലല്ലോ. ഇനി ആ ന്യായം പറഞ്ഞു. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി തരാം. അത് എനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? തൽക്കാലം ആ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചോളാം. നിനക്ക് വേണ്ടിയാ ദുർഗെ ഞാനിതൊക്കെ വാങ്ങിയത്. ഇതുപോലെ നിനക്കിഷ്ടപ്പെടുന്ന 100 സമ്മാനങ്ങൾ വാങ്ങിത്തരണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയാനുള്ള ധൈര്യം ഇപ്പം എനിക്കില്ല. പക്ഷേ ഇനി വൈകില്ല.